ആവർത്തിച്ചു പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കുറെ അറിയാതെ ജീവിക്കുന്നു. നമ്മുടെ യൗവനം പാഴായിപ്പോയി, നമ്മുടെ ചരിത്രം പാഴായിപ്പോയി, നമ്മൾ അറിയാതെ അകന്നുപോയി. നമുക്കിതൊന്നും അറിയുമായിരുന്നില്ല. അതുകൊണ്ട് പഠിക്കണം. ഇന്ന് ഇതൊരു വിപ്ലവമാകണം. ഈ ചരിത്രത്തിലെ, ഓർച്ചിറയുടെ ചരിത്രത്തിലെ ഒരു മഹാസമ്മേളനമായി ഈ മതസമ്മേളനം മാറണം. ചിന്തയുടെ പുതിയ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സ്വർഗം, നരകം എന്ന രണ്ട് സങ്കല്പമുണ്ട്. വേദങ്ങൾ മുഴുവൻ അത് പറഞ്ഞിട്ടുണ്ട്. മരണത്തിന് ശേഷം സ്വർഗവും നരകവും ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിവിടെ ഒരുപാട് നമ്മളെ പറ്റിച്ചവർ, ചതിച്ചവർ, വഞ്ചിച്ചവർ, രാഷ്ട്രീയക്കാർ, മതാധ്യക്ഷന്മാർ, അങ്ങനെ ഒരുപാട്. നമ്മളൊക്കെ നീതി നിഷേധിക്കപ്പെട്ടവരാണ്. പലപ്പോഴും നീതി പുലരുന്ന ഒരു ദിവസം ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയാറുണ്ട്, ഹതോവ പ്രാപ്സ്യസി സ്വർഗ്ഗം ജിതുവാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ കുന്തിപുത്ര അർജുന, അല്ലയോ കുന്തിപുത്ര അർജുന, ഹതോവ പ്രാപ്സ്യസി സ്വർഗ്ഗം, നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗം കിട്ടും. അപ്പോ സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങളെ ഖുർആൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാ തീവ്രവാദം ഉണ്ടായിരുന്ന അതൊരാരോപണ. യഥാർത്ഥത്തിൽ എനിക്കും നിങ്ങളോട് പറയാം, ശ്രീമദ് ഭഗവത്ഗീത യുദ്ധത്തെ പറ്റി മാത്രം പറയുന്ന ഭാഗം. പക്ഷേ അതിന്റെ കോണ്ടെസ്റ്റിൽ നിന്നുകൊണ്ട് അത് മനസ്സിലാക്കണം. യുദ്ധരംഗത്ത് യുദ്ധത്തെ പറ്റിയാ പറയാ. ഡ്രൈവിംഗ് പഠിക്കുന്ന ഭാസ്കരനോട് ഡ്രൈവിങ്ങിനെ പറ്റിയാ പറയാ. യുദ്ധം നടക്കുന്ന യുദ്ധത്തെ പറ്റിയാ പറയാ. അത് എല്ലാ സ്ഥലത്തും വിറ്റാവോ? ഇല്ല. എല്ലാ സ്ഥലത്തും വെച്ചതാണ് കുഴപ്പം. ഒരു ശത്രു വാഴയിട്ട് വന്ന് കൊല്ലാൻ നോക്കുമ്പോ തടുക്കണം എന്ന് പറയുന്ന വാക്ക് മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞാലോ അക്രമമല്ലേ അത്? അല്ലേ? അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഹതോവ പ്രാപ്സ്യസി സ്വർഗ്ഗം ജിതോവ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ. അല്ല കുന്തിപുത്ര, നീ ജയിച്ചാൽ രാജ്യം അനുഭവിക്കാം, കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകാം. സ്വർഗം. ഇനി നരകണ്ടോ? നരകണ്ടോ? നോക്കൂ, നരകമുണ്ട് എന്നാ പറയുന്നത്. ശേതോപനിഷത്ത് പറയാം, ഈശാവാസ്യോപനിഷത്ത് കാണാം. അന്തം തമഃ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവതേ യഹു സംഭൂത്യാമൃതഃ. ഈശാവാസ്യോപനിഷത്ത് പറയുന്നത്, ദൈവേതരരെ, ദൈവത്തിന്റെ സൃഷ്ടികളെ നിങ്ങൾ ആരാധിച്ചാൽ നരകത്ത് പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, നരകത്തിൽ പോകാതിരിക്കാൻ ഏക ദൈവത്തെ മാത്രം ആരാധിച്ച്, രൂപമില്ലാത്ത, ചിത്രമില്ലാത്ത, ഫോട്ടോ ഇല്ലാത്ത, വിഗ്രഹമില്ലാത്ത മനുഷ്യകുലത്തിന്റെ ദൈവത്തെ, സാക്ഷാൽ നമുക്ക് വായുവും വെള്ളവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നൽകിയ ദൈവത്തെ ഇന്ന് നിങ്ങൾ പോയിട്ട് ഉറങ്ങരുത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കണം, നമുക്കൊന്നാകാൻ ഇതല്ലാത്ത മാർഗമില്ല. വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യമുണ്ട്. ഖുർആനിന്റെ ചോദ്യം 38-ാം അധ്യായം 28-ൽ, അംനജഅലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർദ് അംനജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. തെമ്മാടിയും, ശ്രദ്ധിക്കണേ, തെമ്മാടിയും താന്തോന്നിയും കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനും സുഹൃതം ചെയ്തവനും മരണത്തോടുകൂടി തുല്യമാകുമോ? മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ രാമഭക്തനെയും ഗാന്ധിജിയും രാമഭക്തനെയും, ഈ രണ്ടുപേരിൽ ഒരാളെ കൊന്നു. ഒന്ന് മതരാഷ്ട്രവാദത്തിന്റെ വക്താവ്. അതാണ് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തിന് സംഭവിച്ചത്. മതരാഷ്ട്രവാദം അപകടമാണ്. നിങ്ങൾ കണ്ടോ, ഇസ്ലാമിൽ 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ വന്നിട്ടുണ്ട്. 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ അഥവാ പ്രവാചകന്മാർ. 3 പ്രവാചകൻ ഒഴികെ ബാക്കി എല്ലാ പ്രവാചകന്മാരും ദൈവത്തിന്റെ പ്രവാചകന്മാർ ബഹുമത സമൂഹത്തിൽ ജീവിച്ചവരാണ്. ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇന്ത്യയെ പോലെ ഇസ്ലാമിന് ജീവിക്കാൻ പറ്റിയ ഒരു മണ്ണ് ഇന്ന് ഭൂമിയിൽ പറയുന്നത് ഇന്ത്യയെ പോലെ. അതുകൊണ്ടാണ് ലോകത്ത് 2ാം ഭൂരിപക്ഷ മുസ്ലിം രാജ്യം ഇന്ത്യ ആയത്. ഇന്ത്യ രംഗീല റസൂൽ എന്ന വൃത്തികെട്ട ഒരു കൃതി സ്വാമി ശ്രദ്ധാനന്ദ സ്വാമികൾ എഴുതി. അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കരിവെട്ടിയ പോലെ ശ്രദ്ധാനന്ദ സ്വാമികളെ കൊന്നു. സ്വാമി മഹാനായ മഹാത്മാഗാന്ധി പറഞ്ഞു, ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത്. അന്ന് ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഒരു പ്രസംഗം ചെയ്തു. ഇസ്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഗാന്ധിജി പിന്നീട് തിരുത്തി പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, തെറ്റിദ്ധരിച്ചു പോയി. അതൊക്കെ തീവ്ര ചിന്തകളാണ്. നിങ്ങൾക്കറിയില്ലേ, ഞാൻ ഒരൊറ്റ പോയിന്റ് ചോദിക്കുക നിങ്ങളോട്. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഭൂമിന. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയോ? രാമൻ എന്ന പദം രമിപ്പിക്കുന്നവെന്ന, രഞ്ജിപ്പുണ്ടാക്കുന്നവെന്ന, തമ്മിൽ അടുപ്പിക്കുന്നവെന്നല്ല. ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? രാമൻ, ശ്രീരാമൻ കാട്ടു പോകാൻ പുറപ്പെട്ടപ്പോ ഏറ്റവും ദേഷ്യം പിടിച്ചതാർക്കാ? കോപം വന്നത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ പറഞ്ഞത്, കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടു പോകാൻ പറഞ്ഞു അല്ലേ? എന്റെ ആവനാഴിയിലെ അമ്പ്
വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല. എന്റെ അരയിലെ വാളുണ്ടല്ലോ, ഖഡ്ഗം, അത് അലങ്കാരത്തിനുള്ളതല്ല. ഞാൻ എന്റെ അച്ഛനെ കൊല്ലും. ശ്രീരാമൻ ഒന്നും മിണ്ടിയില്ല. അവിവേകിയോട് സംസാരിക്കരുതെന്ന അനുജന, ഏറ്റവും പ്രിയപ്പെട്ട അനുജൻ, സ്നേഹം കൊണ്ട് അമ്പത് ബാധിച്ചു. ഏതാ സ്നേഹം കൂടുമ്പോ കുഴപ്പാട്ടോ. സ്നേഹം കൂടുമ്പോ കൊന്നുപോകും മനുഷ്യൻ. രാമഭക്തി കൂടിയാൽ മനുഷ്യർ കൊല്ലും, ദൈവഭക്തി കൂടിയ അധികമായാൽ മനുഷ്യർ പരസ്പരം കൊല്ലും. അത് സ്ഥാനം തെറ്റിപ്പോകുമ്പോ മനുഷ്യർ പരസ്പരം കൊല്ലും. മുഹമ്മദ് നബിയെ സ്നേഹിക്കണം. സ്നേഹം അതിൽ വിട്ടാൽ മനുഷ്യരെ കൊല്ലും. അതുകൊണ്ട് സ്നേഹം പോലും അമിതമായി പോകരുത്. അമൃതും വിഷമാണ് അമിതമായാൽ എന്ന എനിക്ക് കേട്ടോ. അതുകൊണ്ട് രാമനൊന്നും മിണ്ടിയില്ല. ഞാൻ ശ്രീരാമനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സർവോപരി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? അതൊരു കഥാപാത്രമാണെങ്കിൽ പോലും വിദ്യാവാചാസ്പതി വി പനോളി വാൽമീകിയുടെ രാമൻ എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 7 വട്ടമാണ് ഞാനിപ്പോ വായിച്ചു തീർത്തത്. 7 വട്ടം ആ പുസ്തകം. വിദ്യാവാചാസ്പതി വി പനോളി വാൽമീകിയുടെ രാമനെ പറ്റി പറയുന്ന ഹൃദയഹാരിയായ ഒരുപാട് കാര്യമുണ്ട്. പി പരമേശ്വരൻ, വിചാരകേന്ദ്രൻ ഡയറക്ടർ പി പരമേശ്വരന്റെ പുസ്തകം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ ഹിന്ദു മതത്തെ കുറിച്ച് ഗൗരവമായ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ശ്രീരാമൻ ചിത്രകൂടത്തിൽ വന്നപ്പോ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞ പ്രസക്തമായ 5-6 കാര്യങ്ങളുണ്ട്. അതെനിക്ക് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് ഇവിടെ വെച്ച് പറയണം. അതിനുള്ള അവസരം എനിക്ക് തരണം. ഒരു 2 മിനിറ്റ് കൂടെ. എന്താണ് വാചകം? വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. സംസാരകാരിണി ആയത വിദ്യയും സംസാര നാശിനി ആയത് വിദ്യയും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാമായി സുമോർക്കനീ. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നപ്പോൾ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. നമുക്ക് എന്താ പറയണം? ലക്ഷ്മണ, എടാ മോനെ, എന്റെ അനുജ, നീ നിന്റെ വാശിയൊക്കെ അവസാനിപ്പിച്ച്, നിന്റെ ക്ഷിപ്രകോപമൊക്കെ അവസാനിപ്പിച്ച്, എടാ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സംസാരകാരിണി ആയത് വിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും